പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഈ അനന്തമായ കരുണയുടെ ശുശ്രൂഷയിൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയൊരു ശുശ്രൂഷ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു മുഖമാണ്. കാരണം നമ്മളോടൊക്കെ ദൈവത്തിന് ഇത്രമേൽ സ്നേഹമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ ഇന്ന മേഖലകളിൽ അങ്ങ് അനുഗ്രഹം ചൊരിയണം. ഞങ്ങളുടെ ജീവിത വഴികളെ കർത്താവെ അങ്ങ് അനുഗ്രഹമാക്കണം. ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിലെ ഓരോ വിഷയങ്ങളാവും, വ്യക്തിപരമായ ദുഃഖങ്ങളാവും, ഏതു ഭാരമായിക്കൊള്ളട്ടെ അതെല്ലാം ഈശോയുടെ കൈകളിലേക്ക് കൊടുക്കുക. ഈശോയെ, അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണമേ. ആ വലിയ പ്രാർത്ഥനയോടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഈശോയെന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. ദൈവമേ, ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവെ അങ്ങ് എടുത്ത് മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൈകളടിച്ച് സന്തോഷത്തോടെ ചേർന്നു നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടിക്കേ. പറന്നിറങ്ങണമേ, അഭിഷേകം ചെയ്യണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് പാടി. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ പിതാവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ദൈവമേ, ശക്തി ഞങ്ങൾ വെളിപ്പെടണമേ. ആരാധന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷത്തോടുകൂടെ കൈകളൊക്കെ കൂപ്പി ഇങ്ങോട്ട് നോക്കിക്കേ. എന്നിട്ട് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ലൊരു പുഞ്ചിരിച്ചൊരു സ്തുതി കൊടുക്കുക. അതിനുശേഷം സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒത്തിരിയേറെ ശാപങ്ങൾ, ഒത്തിരിയേറെ പൈശാചിക പീഡകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് അല്പസമയം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വളരെ വലിയ ഒരു വിഷയത്തിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് പഠിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് സമ്മാനിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം തിരുവചനമാണ്. 5ഉം 6ഉം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 5 and 6. 5-ാം വചനം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. ശിക്ഷയെക്കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. 3ഉം 4ഉം തലമുറ വരെ ശിക്ഷിക്കുന്ന ദൈവം. പലരും ഈ വചനത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്നവരാണ്. ശിക്ഷിക്കുന്ന ദൈവം. എന്നാൽ തൊട്ടടുത്ത വചനം പലരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഈ ശുശ്രൂഷ തൊട്ടടുത്ത വചനത്തെ ശ്രദ്ധിക്കുവാനുള്ള വലിയ ഒരു ആഹ്വാനമാണ്.
6-ാം തിരുവചനം വായിക്കാം. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, 5-ാം തിരുവചനത്തിൽ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ തൊട്ടടുത്ത വചനം എന്തേ ശ്രദ്ധിക്കാതെ പോകുന്നത്? 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്ന ദൈവം. ആദ്യത്തെ എത്രയാണ്? 3-4 തലമുറ. 3-4 തലമുറ. എന്നാൽ തൊട്ടടുത്ത വചനം സമ്മാനിക്കുന്നത് 1000. അപ്പോൾ ഏതാണ് വലുത്? 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്ന ദൈവം. നമ്മൾ ഈ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ 5-ാമത്തെ വചനത്തെ ശ്രദ്ധിക്കാതെ പോകരുത്. ചില പാപപ്രവർത്തികൾക്ക് ജീവിതത്തിൽ ചില വേദനയുടെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് 5-ാം തിരുവചനം. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില വ്യക്തികളെക്കുറിച്ച് വായിക്കുമ്പോൾ ഈ പറഞ്ഞ വചനഭാഗം നമ്മളെ അല്പം കൂടെ കൃത്യമായി ഓർമ്മപ്പെടുത്തും. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി ദാവീദാണ്. ദാവീദിനെ നമുക്ക് നന്നായിട്ടറിയാം. സങ്കീർത്തനം എന്ന പേരിലുള്ള സുന്ദരമായ പുസ്തകം നമ്മുടെ മുമ്പിൽ എഴുതി തന്നിരിക്കുന്നത് ദാവീദാണ്. ജീവിതത്തിൽ ഇത്രമേൽ ദൈവസ്നേഹം അനുഭവിച്ച മറ്റൊരു വ്യക്തിയുണ്ടോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാപപ്രവൃത്തി കുടുംബത്തിൽ വലിയ ഒരു ശാപം പോലെ വീണപ്പോൾ ദാവീദ് എന്തു ചെയ്തു എന്നുള്ളതിന് ഉത്തരം സങ്കീർത്തനം 51 അതിൻ്റെ 17-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 51 വേഴ്സ് 17. 51-ാം അധ്യായം 17-ാം തിരുവചനം. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു പാപപ്രവൃത്തി ശാപപ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേൽ നുറുങ്ങുന്ന ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കാൻ ആരാധിക്കാൻ ആരെല്ലാം തയ്യാറെടുക്കുന്നുവോ അവിടെ 1000 തലമുറകൾ വരെ ആ വീടും ആ ദേശവും വലിയ അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ടല്ലേ ഇത്രമേൽ ശാപം പിടിച്ചൊരു വീട്ടിൽ നിന്ന് ഉരുകിയ മനസ്സോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് പുതിയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ദാവീദ് വംശ പരമ്പരയിലാണ് അത്രമേൽ പ്രാധാന്യം. ദാവീദിൻ്റെ പുത്രൻ എന്നൊക്കെ വിളിക്കപ്പെടാൻ കാരണം ഉരുകിയ മനസ്സോടുകൂടെയുള്ള പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വലിയ ശാപപീഡകൾ നിന്റെ കുടുംബത്തിലോ വ്യക്തിജീവിതത്തിലോ ഉണ്ടെങ്കിലും ആ ശാപത്തെ കീഴടക്കാൻ ഇതാ വിശുദ്ധ ഗ്രന്ഥം വലിയ ഒരു വഴിയാണ് തുറന്നിട്ടിരിക്കുന്നത്. പത്രോസ്ലീഹായെ നമുക്ക് പരിചയമുണ്ട്. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ 3 പ്രാവശ്യം ഇവനെ അറിയില്ല എന്നും പറഞ്ഞ് തള്ളിപ്പറഞ്ഞ പത്രോസ്. എന്നാൽ ഇതേ പത്രോസ് കണ്ണുനീരോടുകൂടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ, ഡു യു ലവ് മീ, ഈ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ച് അവൻ്റെ ജീവിതത്തിൽ അവനെ കർത്താവ് തിരികെ പിടിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവൻ്റെ ഉരുകിയ മനസ്സ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തോട് നീ എത്രത്തോളം അടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം നിന്റെ പീഡകളും ശാപങ്ങളും നിന്നെ കെട്ടുവിട്ടുപോകും. ആദ്യത്തെ മാർപ്പാപ്പയായി ഈ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ദൈവം ഉയർത്തിയെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിന്റെ വീട്ടിൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര വലിയ ശാപപീഡകളുണ്ടെങ്കിലും ഇതാ അനുഗ്രഹം കൊണ്ട് ആ ശാപത്തെ നിർവീര്യമാക്കാൻ പറ്റുമെന്ന് ഇന്ന് ഈ ശുശ്രൂഷ നിന്നെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും സ്വയം വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? എത്ര വലിയ ശാപങ്ങളും ബന്ധനങ്ങളും എനിക്കുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും തയ്യാറെടുക്കുന്നത് വഴി
ആ ശാപവും ബന്ധനങ്ങളും എന്നെ വിട്ടുപോകും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഇത് കുടുംബത്തിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, ജീവിത വ്യാപാര മേഖലകളിലേക്ക് സ്വീകരിക്കാനുള്ള വലിയൊരു വഴിയാണ് ഈ ശുശ്രൂഷ വഴി നമുക്ക് ഒരുക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ചുരുക്കം ചിലരെങ്കിലും ഭാരപ്പെടുന്നൊരു കാര്യം, ഈ ശാപങ്ങൾ എന്ന് പറയുന്നത് എവിടെ, എങ്ങനെ, ഏത് എന്നിങ്ങനെയാണ്. ഇതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിയമാവർത്തന പുസ്തകമാണ്, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. നിയമാവർത്തന പുസ്തകം അതിൻ്റെ 27-ാം അധ്യായം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് 27-ാം അധ്യായം 11 മുതലുള്ള വചനഭാഗം വായിച്ചാൽ അവിടെ ഒരു ഹെഡിങ് ഉണ്ട്, 12 ശാപങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. 12 ശാപങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് വളരെ ഗുണകരമാണ്. കാരണം തത്തുല്യമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ കുടുംബത്തിലോ വ്യക്തിബന്ധങ്ങളിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവത്തെ അത്രമേൽ സ്നേഹിക്കാൻ ഈ മേഖലകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളെ അനുഗ്രഹിക്കും. അപ്പം അതുകൊണ്ട് ഈ ശാപങ്ങളെക്കുറിച്ചുള്ള ആ വചനഭാഗം ഒന്ന് വായിക്കുന്നതും ധ്യാനിക്കുന്നതും നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡകളുണ്ടെങ്കിൽ തിരിച്ചറിയുന്നതിനും ഇടവരുത്തും. 27-ാം അധ്യായം ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 27 വേഴ്സ് 15, 12 ശാപങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഒന്നാമത്തെ ശാപത്തെക്കുറിച്ച് 15-ാമത്തെ തിരുവചനമാണ്. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം, രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ്. ശപിക്കപ്പെട്ടവനാകട്ടെ. പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ ആരാധിക്കാതെ മറ്റേതെങ്കിലും ദൈവകാര്യങ്ങളുടെ പുറകെ പോയിക്കഴിഞ്ഞാൽ, അന്യദേവതകളെ, ദേവന്മാരെ ആരാധിക്കാൻ പോയാൽ അതിൻ്റെ പിന്നിൽ ഒരു ശാപം ആ വ്യക്തിക്ക് കാത്തിരിക്കുന്നുവെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം തിരുവചനം അതുകൊണ്ട് ഇങ്ങനെയാണ്, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. അതുകൊണ്ട് നീ അങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കാനോ പ്രണമിക്കാനോ ആരാധിക്കാനോ പോവരുത്. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കണം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യത്യസ്തമായ മത പശ്ചാത്തലങ്ങളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വചനഭാഗം നീ എന്നും ഓർത്തുകൊണ്ടിരിക്കണം. നിന്റെ സത്യദൈവത്തെ വിട്ടിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ആരാധനാ രീതികളിലോട്ടോ വ്യക്തികളിലേക്കോ വിഗ്രഹങ്ങളിലേക്കോ നീ പോയേക്കരുത്. അത് നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. സത്യദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സാധനവും തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചേക്കരുത്. ദൈവത്തെ ആരാധിക്കാനും ദൈവീകമായിട്ടുള്ള കൃപ സ്വീകരിക്കാനും പറ്റിയ അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വചനഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ടവർ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദമോ കൂടോത്രമോ ആഭിചാര പ്രക്രിയകളോ തത്തുല്യമായിട്ടുള്ള സത്യദൈവത്തെ നിഷേധിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തികളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയണമെന്നില്ല. നമ്മുടെ അപ്പൻ്റെ കുടുംബം, അമ്മയുടെ കുടുംബം മരിച്ചുപോയവരാണ്, അവരെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവണമെന്നില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭാരം കുടുംബത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ? ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് സത്യദൈവത്തെ വട്ടം പിടിച്ച് നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നതനുസരിച്ച്, ദൈവത്തെ ആരാധിക്കുന്നതനുസരിച്ച് 1000 അനുഗ്രഹം നിനക്ക് ലഭിക്കും. ഈ ശുശ്രൂഷ അവസരം കർത്താവ് നിനക്ക് ഈ മേഖലയിൽ വലിയ ഒരു തിരിച്ചറിവിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റിയ രണ്ടാമത്തെ ഒരു ശാപപീഠ 27-ാം അധ്യായം 16-ാം തിരുവചനം, അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളുടെ കണ്ണുനീർ വീഴ്ത്താൻ ഇടവരുത്തരുത്. പ്രായമായ മാതാപിതാക്കളെ ഒരു കാരണവശാലും ഉപേക്ഷിച്ചേക്കരുത്. ഒരു പക്ഷേ ഭാരമായിട്ടൊക്കെ പല മക്കൾക്കും തോന്നും. നിങ്ങളുടെ സ്വകാര്യമായ ജീവിതത്തിൽ ഇവരൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പ്രായമാകുന്ന മാതാപിതാക്കളുടെ ക്ഷീണം, ശാരീരിക അസ്വസ്ഥത, മാനസിക ഭാരങ്ങൾ, ഇതൊക്കെ എന്തിനാണ്? ശല്യമല്ലേ, ഇതൊക്കെ ഏറ്റെടുക്കണമെന്ന് മക്കൾക്ക് തോന്നും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അപ്പനെയോ
അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. മൂന്നാമത്തെ ശാപത്തെക്കുറിച്ച് പറയുന്നത് 17-ാം തിരുവചനമാണ്. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസിയോടുള്ള നിൻ്റെ പെരുമാറ്റം, നിൻ്റെ ജീവിതശൈലി എന്ത് എന്ന് ചിന്തിക്കുന്നതിന് ഇത് ഗുണകരമാവും. നാലാമതായിട്ടുള്ള ശാപപീഠ പഠിപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 18-ാം തിരുവചനം. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാത്ത ആളുകൾ, ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടവർ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ വീക്കായിട്ടുള്ളവർ, അവരോട് നമുക്ക് പ്രത്യേക പരിഗണന വേണം. അവരെ ഉപേക്ഷിക്കരുത്, ഉപദ്രവിക്കരുത് എന്നും കൂടെ അർത്ഥമുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന അഞ്ചാമത്തത് 27-ാം അധ്യായം 19-ാം തിരുവചനം. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലാത്തവരെ നിങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിച്ചേക്കരുത്. ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണയെന്നാണല്ലോ. അങ്ങനെയെങ്കിൽ പാവപ്പെട്ട മനുഷ്യരോടൊരു കരുണ കാണിക്കാൻ നിനക്കൊരു കടമയുണ്ടെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു ശാപം പോലെ വ്യക്തികളുണ്ടാവും. അടുത്തതായ ആറാമത്തത് നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 20-ാം തിരുവചനം. പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഇൻസെസ്റ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് വളരെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള പീഡകളാണ്. മക്കളെ അപ്പൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ലൈംഗികമായിട്ടുള്ള പാപപ്രവൃത്തി. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ലൈംഗിക പീഡയുടെ മേഖലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഓരോരുത്തരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഇഷ്ടമുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ആ കാഴ്ച വ്യക്തികളെ ലൈംഗികമായിട്ടുള്ള വലിയ ദുരുപയോഗത്തിലേക്ക്, വലിയ പീഡകളിലേക്ക് നയിക്കുന്നു. അത് കുടുംബങ്ങളൊരു ശാപമായിട്ട് മാറുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഏഴാമതായിട്ട് പഠിപ്പിക്കുന്ന 27-ാം അധ്യായം 21-ാം തിരുവചനം. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ബെസ്റ്റിയാലിറ്റി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗം. ഒരുപക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ നമ്മുടെ ദേശത്ത് ഇപ്രകാരമുള്ള അനേക തരത്തിലുള്ള ലൈംഗിക അരാജകത്വം ഇത്തരത്തിൽ സംഭവിക്കപ്പെടുന്നു. മറ്റൊന്ന് എട്ടാമതായിട്ട് പറയുന്നത് നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 22-ാം തിരുവചനം. തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മക്കളായ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അഡൽട്രി എന്ന് പറയുന്ന വ്യഭിചാരത്തിൻ്റെ വലിയൊരു പാപപീഡയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുന്നത്. അഡൽട്രി, അതുപോലെ തന്നെ ഫോർണിക്കേഷൻ. ഒമ്പതാമതായിട്ട് നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 23-ാം തിരുവചനം. അമ്മായി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ എന്ന് പറഞ്ഞ ലൈംഗിക പാപപീഡകളെയാണ് തിരുവചനം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. പത്താമതായിട്ട് പഠിപ്പിക്കുന്ന നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 24-ാം തിരുവചനം. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കൊലപാതകം. 11-ാമതായിട്ട് പഠിപ്പിക്കുന്നത് 25-ാം തിരുവചനം. നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കൊലപാതകം അതിനോട് കൂടിച്ചേരൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. 12-ാമത്തെ ശാപത്തെ നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നു. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെയും ദൈവകാര്യങ്ങളെയും നിഷേധിക്കുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം 12 ശാപപീഡകളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുമ്പോൾ ആ ശാപത്തിൽ പെട്ട് ജീവിക്കാനല്ല, മറിച്ച് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1000 തലമുറ വരെ നിലനിൽക്കുന്ന അനുഗ്രഹം സ്വന്തമാക്കാൻ ഇതാ ദൈവവചനം നിന്നെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം തിരുവചനം പറഞ്ഞത്, എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. എൻ്റെ പ്രിയരെ, ഇന്ന് ഈ ശുശ്രൂഷ സമയം കർത്താവ് ഒരുക്കുന്ന എന്തിനാ? ശാപത്തെക്കുറിച്ച് ഓർത്ത് നീ പെട്ടുപോകാതിരിക്കാനാണ്, മറിച്ച് അനുഗ്രഹം പ്രാപിക്കാനാണ്. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണ്ടേ? ദൈവത്തോടും ദൈവസ്നേഹത്തോടുമുള്ള നമ്മുടെ അടുപ്പം സകല ശാപപീഡകളും എടുത്തുമാറ്റും. 1000 തലമുറ വരെ അനുഗ്രഹം പ്രാപിക്കും. പ്രിയരെ, അങ്ങനെ എന്തെങ്കിലും ശാപങ്ങളുണ്ടെങ്കിൽ തുടർന്നുള്ള ആരാധന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ അനുഗ്രഹം തലമുറ വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കട്ടെ. നമ്മുടെ കടമയാണ് ഈ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. ആ വലിയ ആഗ്രഹത്തോടെ മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും സ്തുതി ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, സ്തുതി ആരാധന, യേശുവേ ആരാധന, സ്തുതി ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശാപപീഡകളാൽ വലയുകയും ഭാരപ്പെടുകയും ചെയ്യുന്നവർ ഈ ആശീർവാദ സമയത്ത് വിശ്വസിക്കണം. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വലിയ ഒരു ആരാധനയുടെ വിടുതലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ പഠിച്ചു ഏതൊക്കെ തരത്തിലുള്ള തലമുറകളെ പീഡിപ്പിക്കുന്ന ശാപപീഡകൾ ഉണ്ടെങ്കിലും ദൈവത്തെ സ്നേഹിക്കാനും ആ സ്നേഹം അനുഭവിക്കാനും നമ്മൾ തീരുമാനമെടുക്കുന്നതനുസരിച്ച് ആയിരം തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം. അങ്ങനെയെങ്കിൽ ഇനി നീ കുറവുകളെ ഓർത്ത് ശാപപീഡകളെ ഓർത്ത് വിഷമിക്കേണ്ട. മറിച്ച് നീ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച് അപ്പനെ ഓർക്കണം, അപ്പൻ്റെ കുടുംബത്തെ ഓർക്കണം, അപ്പൻ്റെ സഹോദരങ്ങൾ, അപ്പൻ്റെ മാതാപിതാക്കൾ, അവരെ ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക. മുൻ തലമുറകളെ ഓർക്കുക, അമ്മയെ ഓർക്കുക, അമ്മയുടെ സഹോദരങ്ങൾ, അമ്മയുടെ മാതാപിതാക്കൾ, നമ്മൾ കടന്നു വന്ന നമ്മുടെ കുടുംബത്തെ ഓർക്കുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തെ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടം അന്തരീക്ഷത്തെ മനസ്സിൽ ഓർക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, ഈ ആരാധനയുടെ സമയം ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള ശാപപീഡകൾ ഉണ്ടെങ്കിൽ ആ ശാപപീഡകളെല്ലാം നിർവീര്യമാകാൻ പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആബാപിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആശീർവാദം നിന്റെ മേലുള്ള സകല കെട്ടുകളും അഴിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ സ്തുതിച്ചേ. ഈശോയേ, സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. കയ്യെ കടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ ശക്തിയോടെ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു ആമേൻ. സർവശക്തനാം യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു ആമേൻ, ആമേൻ. സർവശക്തനാം യേശുനാമത്തിൽ ചേർന്ന് പാടി. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു ആമേൻ, ആമേൻ. സർവശക്തനാം യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ശാപങ്ങളെ, ആമേൻ. രോഗങ്ങളെ വിട്ടുപോവുക. സംഭവിക്കട്ടെ. ശാപങ്ങളെ, രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് യേശുവേ, ഈശോയേന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ആരാധന, 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 ആരാധന. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, കാലാകാലങ്ങളായിട്ടുള്ള സകല വിധത്തിലുള്ള ശാപപീഡകളും കർത്താവ് ദൈവജനത്തിൽ നിന്ന് വിട്ടുപോവട്ടെ. പാരമ്പര്യ രോഗപീഡകൾ വിട്ടുപോവട്ടെ. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് മാനസിക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ വിടുവിക്കട്ടെ. വ്യക്തിപരമായ ബന്ധങ്ങളിൽ തകർച്ചകളുള്ളവരെ വിശുദ്ധീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിലേക്ക് വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ
ഞങ്ങൾ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ യേശുനാമത്തിൽ